ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 8ാമത്തെ ഡേയിലെ ചലഞ്ചിനെ പറ്റിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഓവർകമ്മിങ് ദി ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ ഓർ ഹൗ ടു ബീറ്റ് ദാറ്റ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ ആൻഡ് അച്ചീവ് സക്സസ്. ഓക്കെ, എങ്ങനെ നമുക്ക് ആ ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനെ ഓവർകം ചെയ്യാം, എന്നിട്ട് എത്രത്തോളം നമുക്ക് ലേസർ ഷാർപ്പായിട്ട് തന്നെ എത്രത്തോളം നമുക്ക് ഫോക്കസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. നമുക്കറിയാം, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൽ തന്നെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അതേപോലെ തന്നെ യൂട്യൂബ്, ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകളും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും അല്ലെങ്കിൽ റിസോഴ്സസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമയം ഏറ്റവും കൂടുതൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ഒരു കാര്യത്തിലാണ്. പ്രധാനമായിട്ട് നമ്മൾ സ്ക്രോളിങ് ടൈം, സ്ക്രോൾ ചെയ്ത് നമ്മൾ കാണുന്ന സമയം പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കും, പക്ഷേ എണീറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. ഇതാണ് മോസ്റ്റ്ലി സംഭവിക്കുന്നത്. പക്ഷേ ഇത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു തോന്നൽ എന്താണ്? വലിയ സന്തോഷമൊന്നും ആയിരിക്കത്തില്ല. അയ്യോ, 3 മണിക്കൂർ പോയല്ലോ, പഠിക്കാനുള്ള സമയമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസരം കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തന്നെ അറിയാം ഇതൊരു ഡിസ്ട്രാക്ഷൻ ആണ് എന്നുള്ള കാര്യം, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ കൂടുതൽ സമയം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഡാൻസ്, ഡ്രാമ, പാട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ രസിപ്പിക്കാനായിട്ട് അതിലുണ്ടെങ്കിൽ പോലും അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയം വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. സോ സമയം കൊടുക്കരുതെന്നല്ല പറഞ്ഞത്, കൊടുക്കണം, പക്ഷേ അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. സോ എങ്ങനെ നമുക്ക് ഈ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ കുറച്ചുകൊണ്ട് വരാം? അതിന് ഏറ്റവും നല്ല മാർഗ്ഗം നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ അറ്റൻഷനും ഒക്കെ നിങ്ങളുടെ ഡ്രീമിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ അറ്റൻഷൻ എവിടെയാണോ, നമ്മളുടെ ഫോക്കസ് എവിടെയാണോ, അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഡെസ്റ്റിനി, അല്ലെ അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം കൂടുതലായി ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റിലും അതേപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റിലും എക്സാമിനേഷൻ പ്രിപ്പറേഷനിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ അതിനെ ഡിസൈൻ ചെയ്തായിരിക്കും വരുന്നത്. അതേസമയം നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്ട്സിനും ഡിജിറ്റൽ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈൻഡ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്യണം, ഈ 8ാമത്തെ ദിവസത്തെ ഈ ചലഞ്ചായിട്ട് തന്നെ നിങ്ങളിത് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, നമ്മൾ ഏറ്റവും കുറച്ച് സമയം ഇനി കൊടുക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടായിരിക്കും. അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്, ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. ഈ ഫേസ്ബുക്കിനും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനും യൂട്യൂബിനും ഒക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നൊരു പേര് ഇത് തന്നെയാണ്, ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ. ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി ഡിസ്ട്രാക്റ്റിംഗ് യു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിസ്ട്രാക്ഷൻസ് കുറച്ചുകൊണ്ട് ലേസർ ഷാർപ്പ് ഫോക്കസോടുകൂടി നിങ്ങളുടെ UPSC പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് അതിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം എല്ലാവരുടെയും ഫോക്കസ് നമ്മളുടെ പഠനത്തിലേക്കും UPSC പ്രിപ്പറേഷനിലേക്കും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.